ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീടിനകത്തും തന്നെയാണ്. എന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണ് അല്ലേ? ആർക്കാണ് സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നത്? അമ്മയ്ക്ക് എന്താ പരിപാടി? ഹാപ്പി ബർത്ത്ഡേ ആരുടെ ബർത്ത്ഡേയാ? അമ്മയുടെ ബർത്ത്ഡേ. അപ്പോ നമ്പർ ഏതാണ്? നമ്പറോ? ഏത് നമ്പർ? ബർത്ത്ഡേ നമ്പർ March 11. ഡേറ്റ് നമ്പറല്ല, ഡേറ്റ്. അപ്പം ഞങ്ങൾ അവളിപ്പോൾ ഏകദേശം ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 11:30 ആകുമായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കാം ഇതെല്ലാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് ചെറിയ പരിപാടിയുള്ളൂ കേട്ടോ, വലിയ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ ബർത്ത്ഡേയുടെ ഡെക്കറേഷനൊക്കെ കുറച്ച് മേടിച്ചു, കുറച്ച് ബലൂണൊക്കെ മേടിച്ചു. അപ്പോൾ അതെല്ലാം കൂടെ അപ്പം ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് വരുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുക അല്ലേ? ഇപ്പൊക്കെ ഉറങ്ങൂടാ? അല്ലേ തന്നെ ഉറങ്ങത്തില്ല. അപ്പോൾ ഇന്ന് രണ്ടുപേരെയും ഞാൻ ഉറക്കാതെ വെച്ചോണ്ടിരിക്കാം. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. വേറെ എന്നാ കട മേടിച്ചാൽ ബലൂണുണ്ട്, ചെറിയ കുഞ്ഞു കുഞ്ഞു ബലൂണുണ്ട്. പിന്നെ മറ്റേ ക്യാൻഡിലില്ലേ, സ്പാർക്ലിംഗ് ക്യാൻഡില്, എന്നിട്ട് ഇനിയിപ്പോൾ പോയിട്ട് മുമ്പേ പോയപ്പം കേക്ക് മേടിക്കാൻ പോയപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു ഷോപ്പ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ പോയിട്ട് നമുക്ക് കേക്ക് കൂടെ മേടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താലോ? ഓക്കെ, നമ്മൾ ഇവിടെയാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ പിള്ളേർ ഇന്ന് അവന്മാരും ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ച് ചെറിയൊരു പരിപാടി, വലിയ പരിപാടിയൊന്നുമില്ല. ആരുമില്ല, നമ്മൾ മാത്രം, ഞാനിപ്പോൾ പിള്ളേരും മാത്രം. ആരെയും അങ്ങനെ ആരെയും നമ്മൾ നോർമലി നമുക്ക് ഈ ഒരു പ്രായമായപ്പോഴൊക്കെ നമ്മളങ്ങനെ വലിയ ആഘോഷം നടത്താറില്ല. നമുക്കുള്ളിൽ തന്നെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ എന്നുള്ളതേ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണിക്കാവേ. ചെറിയ രീതിയിലൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തു. ബലൂണൊക്കെ ഇങ്ങനെ വെച്ചത് എനിക്ക് പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇനി എത്ര നേരത്തേക്കാണെന്ന് അറിയത്തില്ല. എനിവേ ഒരുമാതിരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പുറത്ത് പോയിട്ട് കേക്ക് മേടിക്കണം. കാരണം ഇപ്പം ഈ സലാഡ് ടൈമൊക്കെ ആയതുകൊണ്ട് മുമ്പ് ഞാനിതൊക്കെ മേടിക്കാൻ പോയ സമയത്ത് കേക്കിൻ്റെ ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയിട്ട് കേക്ക് കൂടെ മേടിച്ചിട്ട് വന്നാൽ സെറ്റാവും. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. കൊള്ളാം, സെറ്റല്ലേ? ഞാൻ പോയിട്ട് കേക്ക് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റായി പോകുന്ന അവന്മാർ പറഞ്ഞു പുറത്ത് വെച്ചാൽ. അപ്പോൾ ആൾ വരാനായിട്ട് എങ്ങനെ അടിച്ചാൽ ഇനി ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇനി വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് ടൈമാണ്. ഓക്കെ, താഴെ പോയോ? ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈഫി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ചെറുതായിട്ട് സർപ്രൈസ് ആണ്. ചെറുതായിട്ടല്ല, വലുതായിട്ട്. ഞാൻ ഗൈസ് അഖിലിത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കേക്കൊക്കെ കട്ട് ചെയ്യാം. ഈ ഇസക്കുട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ സർപ്രൈസ് ചെയ്ത വ്ളോഗ് എടുത്തതാ. സർപ്രൈസ് ആയോ? സർപ്രൈസ് എന്നാ കേക്ക് കട്ട് ചെയ്യാം. ഇസക്കുട്ടാ ഉറങ്ങിയിട്ട് കേട്ടോ.
small gift. ചെറിയ gift. വലിയ gift ഒന്നും പ്രതീക്ഷിക്കരുത്. Welcome. ചെറിയൊരു ഗിഫ്റ്റാണ്. വലിയ ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. ചെറിയ കുഞ്ഞി ഗിഫ്റ്റ്. വെറൈറ്റി ഗിഫ്റ്റ് അല്ലേ? വെറൈറ്റി ഗിഫ്റ്റ് ആയതുകൊണ്ട് മേടിച്ചാൽ ഇഷ്ടപ്പെട്ടോ? പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യം ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വരുന്നു. സൂപ്പർ. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് പോയി ഒപ്പിച്ചു? നൈസ്. അപ്പം നമ്മൾ ഗിഫ്റ്റും കൊടുത്തിരിക്കുകയാണ്. അപ്പം ഏകദേശം സർപ്രൈസ് ഒക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഒപ്പിച്ച പരിപാടി ഏതായാലും സെറ്റായി. അപ്പോൾ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു കേക്ക് കട്ടിങ്ങും പരിപാടികളും. ഇസക്കോട്ടനാണ് ഇറങ്ങിപ്പോയി. വെൽക്കം. അപ്പോൾ ശരി, ഞങ്ങൾ എന്തെങ്കിലും ഈ കേക്ക് കഴിക്കട്ടെ കേട്ടോ. അപ്പം മറ്റുള്ളത് കാണുന്നതായിരിക്കും. ബൈ ബൈ.